അഖിലിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് കാസർകോട്ടെ വെള്ളരിക്കുണ്ട്. യുക്രൈനിൽ കപ്പലിന് നേരെ റഷ്യ നടത്തിയ ആക്രമണത്തിലാണ് അഖിൽ ജോയൽ കൊല്ലപ്പെട്ടത്. ഒരു മാസം മുൻപാണ് അഖിൽ നാട്ടിൽ വന്നു മടങ്ങിയത്. സാരംഗ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് നമുക്കൊപ്പം. സാരംഗ, പറയൂ, എന്താണ് വിവരങ്ങൾ? മോത്തി, നാട് മുഴുവൻ മോത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ദുഃഖത്തിലാണ്. ഒരു മാസം മുൻപാണ് അഖിൽ അവസാനമായി നാട്ടിലേക്ക് എത്തിയത്. വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ, എൻഗേജ്മെൻ്റ് അടക്കമുള്ള ചടങ്ങുകൾ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായാണ് എത്തിയത്. 19-ാം വയസ്സിൽ തന്നെ ജോലിയിൽ കയറിയ ഒരു യുവാവായിരുന്നു അഖിൽ. മാത്രമല്ല, നാട്ടിലൊക്കെ തന്നെ അറിയപ്പെടുന്ന ഒരു കായിക താരം, വടംവലി താരം എന്നുള്ള രീതിയിലൊക്കെ തന്നെ നാട്ടിൽ ആ രീതിയിലൊക്കെ തന്നെ പ്രശസ്തനായ ഒരാളാണ്. പിന്നീട് പഠനശേഷം ചെന്നൈയിലേക്ക് നീങ്ങുകയായിരുന്നു. അവിടെ നിന്ന് പഠനം പൂർത്തിയാക്കിയാണ് മുംബൈ ആസ്ഥാനമായ കപ്പൽ കമ്പനിയിൽ അഖിൽ ജോലിക്കായി കയറുന്നത്. ഇപ്പോൾ അഖിലിൻ്റെ പിതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, വിവരം എപ്പോഴാണ് അറിഞ്ഞത്? വിവരം ഞാൻ അറിയുന്നത് ഇന്നലെ രാവിലെ ഒരു 9:30 കൂടിയിട്ടാണ് ഞാൻ വിവരം അറിയുന്നത്. കമ്പനിയിൽ നിന്ന് ഒരു കോള് വരികയും അഖിൽ ജോയൻ്റെ ഫാദറാണെന്ന് ചോദിക്കുകയും അതെന്ന് പറഞ്ഞപ്പോൾ ഉക്രൈനിൽ വെച്ചുണ്ടായ ഷെല്ലാക്രമണത്തിൽ അഖിൽ ജോലി ചെയ്യുന്ന ഷിപ്പിനെ ആക്രമിക്കുകയും ആളെ കാണാൻ ഇല്ലെന്ന് ഉള്ളതുമായിരുന്നു ആദ്യത്തെ റിപ്പോർട്ട് വരികയും ചെയ്തത്. അതിനുശേഷം ഒരു മണിയോട് കൂടിയിട്ടാണ് അവർ എനിക്ക് രണ്ടാമത്തെ ഇൻഫർമേഷൻ തരുന്നത്. ആൾ സേഫാന്ന് ആയിരുന്നു എന്നോട് 1 മണിയോട് കൂടിയിട്ട് എന്നോട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന സമയത്താണ് വീണ്ടും വേറൊരു മെയിൽ അവരയക്കുകയും അതിൽ അവർ ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത് എന്നുള്ളതാണ് അവർ ഞങ്ങളോട് പറയുകയുണ്ടായത്. അഖിൽ അവസാനമായി നാട്ടിലേക്ക് എത്തിയത് എൻഗേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നല്ലേ? എൻഗേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അഖിൽ നാട്ടിൽ വരികയും ലാസ്റ്റ് സെയിലിംഗ് കഴിഞ്ഞിട്ട് 1 മാസം 10 ദിവസം മാത്രമേ വീട്ടിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. താനും അടുത്ത ഏപ്രിൽ ഈ മാസത്തിൽ കല്യാണം നടത്താനിരിക്കെ അതിന് മുന്നേ തന്നെ ഒരു സെയിൽ ചെയ്തിട്ട് വരാം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് 1 മാസം 10 ദിവസം മാത്രം ലീവ് എടുത്തുകൊണ്ട് ആ ലീവ് പൂർത്തിയാക്കിയിട്ട് അടുത്ത സെയിലിങ്ങിലേക്ക് പോവുകയും കറക്റ്റ് 1 മാസം 10 ദിവസം ആയപ്പോഴാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുകയും ചെയ്യുന്നത്. അദ്ദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ലഭിച്ചിരുന്നോ? അതിനെക്കുറിച്ച് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു അറിയിപ്പും ഉണ്ടായിട്ടില്ല. MP മുഖാന്തരവും പാർലമെൻറ്റ് വരെ ഞങ്ങളാൽ പറ്റുന്ന രീതിയിലുള്ള ഇൻഫർമേഷനും മെസ്സേജുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷമുള്ള ഒരു ഇൻഫർമേഷനും നമുക്ക് കിട്ടിയിട്ടുമില്ല. ഏതോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെന്തോ ഞാൻ ഒരു മെസ്സേജ് പോലെ കണ്ടുപോലെ തോന്നുന്നുണ്ട്. മുഖ്യമന്ത്രി നോർക്കയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ചെറിയ ന്യൂസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് ഒരു കൂടി ഈ നാട്ടിൽ എത്തിക്കാനുള്ള ഒരു സൗകര്യം ബന്ധപ്പെട്ടവരിൽ നിന്നുണ്ടാകണമെന്ന് മാത്രമേ എനിക്കിപ്പം നിങ്ങളോടും ഇതായിട്ട് പറയാനുള്ളൂ. ഇതൊരു അപേക്ഷയായി തന്നെ മുഖ്യമന്ത്രി ഇത് കാണുകയാണെങ്കിൽ ഒന്ന് എടുക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അതുതന്നെയാണ് കുടുംബം പറയുന്നത്. നിലവിലിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നോർക്കയുമായി ബന്ധപ്പെട്ട് 15 ദിവസത്തിനകം തന്നെ അദ്ദേഹം നാട്ടിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ അഖിലിൻ്റെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കണമെന്നതാണ് കുടുംബത്തിൻ്റെ ഒരു അപേക്ഷ എന്നുള്ള രീതിയിൽ തന്നെ അവർ പറഞ്ഞു വെച്ച് പോകുന്നത്. വലിയ ദുഃഖമാണ് നാട്ടുകാരെ സംബന്ധിച്ചും പ്രദേശവാസികളെ സംബന്ധിച്ചും ഒക്കെ തന്നെ. ആ ഒരു വേദന, ആ ഒരു പ്രയാസം നമുക്ക് ആ രീതിയിൽ തന്നെ കാണാൻ കഴിയും. ചേട്ടാ, അയൽക്കാരനാണ്? അഖിലിനെ കുറേ നാളായിട്ട് പരിചയം ഉണ്ടാവില്ലേ? ചെറുപ്പം മുതലേ അറിയുന്നത്. എപ്പോഴാണ് വിവരം അറിയുന്നത്? വിവരം എന്നല്ല നമ്മളറിഞ്ഞത്. നമ്മളെ വീട് തന്നെ അതാ കാണുന്നത്. അവസാനമായിട്ട് 1 മാസം മുമ്പേ കണ്ട. അപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു? കണ്ടിരുന്നേ, കാണലുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. സ്പോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു സജീവം? എൻ്റെ മോൻ്റെ കൂടെ പഠിച്ചാന്ന്.
മകൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം ഉണ്ടാവില്ലേ? നേരത്തെ ഇല്ല ബന്ധങ്ങളുണ്ട്. അല്ലാതെ ഇവരിങ്ങോട്ട് മുകളിലുണ്ടായത് ഇവിടെ വന്നിട്ട് 2 വർഷം ആവാനായി. അങ്ങനെ അതുതന്നെയാണ് അയൽക്കാർക്കടക്കം സംസാരിക്കുമ്പോൾ വലിയ പ്രയാസം ഉണ്ടാകുന്നുണ്ട്. കാരണം അവരോടൊക്കെ തന്നെ ഏറെ വൈകാരികമായ അടുപ്പം സൂക്ഷിച്ച ആളായിരുന്നു അഖിൽ എന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാം. അഖിൽ ഏകദേശം 2 വർഷം മുൻപാണ് ഈ ഒരു വീട് വെച്ചത്. മുൻപ് കുടുംബം വെച്ച് കുറച്ചപ്പുറത്തുള്ളൊരു ഭാഗത്തായിരുന്നു താമസം ഉണ്ടായിരുന്നത്. എന്തായാലും ജോലിയുടെ ഭാഗമായി തന്നെ ആ ഒരു തിരക്ക് ഒഴിയുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ 2027 ഏപ്രിൽ വിവാഹം നടത്താനുള്ള തയ്യാറെടുപ്പുകളിലേക്ക്, ആ ഒരു സന്തോഷത്തിലേക്കൊക്കെ തന്നെ കടക്കുന്നതിനിടയിലാണ് ഈ കുടുംബത്തെ തേടി, ഈ രക്ഷിതാക്കളെ തേടി എത്രയും ദുഃഖകരമായ വാർത്ത വന്നിട്ടുള്ളത്. മോത്തി സാരംഗ് സുരേഷാണ് അവിടെ നിന്നും നമുക്കൊപ്പം ചേർന്നത്.